വിസ്മയ മോഹൻലാലിന്റെ അരങ്ങേറ്റ ചിത്രമായ തുടക്കത്തിന് തിരി തെളിയിച്ച് മോഹൻലാൽ. പ്രണവ് മോഹൻലാലും സുചിത്ര മോഹൻലാലും ചേർന്ന് തുടക്കം സിനിമയുടെ സ്വിച്ച് ഓൺ നിർവഹിച്ചു. ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ഒരു വിസ്മയം പോലെയാണെന്നായിരുന്നു മോഹൻലാലിന്റെ വാക്കുകൾ. മൂവരും ഒരുമിച്ചുള്ള സിനിമയുണ്ടാകുമോ എന്ന ചോദ്യത്തിന് കാത്തിരിക്കാമെന്നായിരുന്നു മോഹൻലാലിന്റെ മറുപടി. Let's welcome Vismaya Mohanlal. പ്രണവിന്റെ കൈപിടിച്ച മലയാള സിനിമയിലേക്ക് വിസ്മയ മോഹൻലാലിന്റെ തുടക്കം. മോഹൻലാലും സുചിത്രയും ചേർന്ന മകൾ വിസ്മയ മോഹൻലാലിന്റെ ആദ്യ ചിത്രത്തിന് തിരിതെളിയിച്ചു. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ ആദ്യമായി സിനിമയിലേക്ക് എത്തിയ നിമിഷം ഓർത്തെടുത്താണ് മകളുടെ തുടക്കത്തിന് മോഹൻലാൽ ആശംസകൾ നേർന്നത്. എങ്ങനെയാണ് ഞാനും ഒരു സിനിമയിൽ അഭിനയിക്കാനോ അങ്ങനെ നടനാകണോ എന്നൊക്കെ ആഗ്രഹിച്ച ഒരാളല്ല. അതൊരു കാലത്തിന്റെ നിശ്ചയം പോലെ സിനിമയിൽ വന്നു. അതുപോലെ എന്തെങ്കിലും ഒരു ഡിസിഷൻ ഉണ്ടാകും, ഒരു പ്രീ ഡിസ്റ്റൈൻഡ് എന്നൊക്കെ പറയുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ മകളുടെ പേര് പോലും വിസ്മയം എന്നാണ് ഇട്ടിരിക്കുന്നത്, വിസ്മയ മോഹൻലാൽ എന്നാണ്. കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം വളരെ വിസ്മയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്, ആക്സിഡൻ്റായിട്ടാണ്. മയക്കും അതുപോലെ പെട്ടെന്ന് കുട്ടി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാണ്. അപ്പം ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നൊരാഗ്രഹം പറഞ്ഞു. ജൂഡ് ചിത്രം തുടക്കത്തിന് പ്രണവ് മോഹൻലാൽ ക്ലാപ്പടിച്ചു. സുചിത്ര മോഹൻലാൽ സ്വിച്ച് ഓൺ ചെയ്തു. So actually it's a very special day for me because it marks my daughter Vismaya's തുടക്കം into this beautiful world of cinema. ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ആശിഷും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. കുട്ടികളെ സ്നേഹത്തോടെ ജൂഡിനെ ഏൽപ്പിക്കുന്നുവെന്ന് ആന്റണി പെരുമ്പാവൂർ. വിസ്മയ മായക്കുട്ടിക്ക് ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹത്തിൽ നിന്ന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായപ്പോൾ ആ സിനിമയും ആശീർവാദിനെ നിർമ്മിക്കാൻ പറ്റി എന്ന് പറയുന്നതും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ്. മക്കൾക്കൊപ്പം അച്ഛൻ അഭിനയിക്കുന്ന സിനിമയുണ്ടാകുമോ എന്ന ചോദ്യത്തിന് മോഹൻലാലിന്റെ മറുപടി ഇങ്ങനെ. ഉദ്ദേശിക്കുന്നതാണ് എന്താ കുഴപ്പം, അങ്ങനെ സംഭവിക്കട്ടെ. ആഗ്രഹമുണ്ടല്ലോ അങ്ങനെ ഒരു സിനിമ, നല്ല ആഗ്രഹമുണ്ട്. തുടക്കം സിനിമയിൽ വിസ്മയക്കൊപ്പം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് പ്രതീക്ഷിക്കാമെന്നായിരുന്നു മോഹൻലാലിന്റെ മറുപടി. സംവിധായകൻ ജോഷി, തരുൺമൂർത്തി, ദിലീപ്, ലിസിൻ സ്റ്റീഫൻ, എം രഞ്ജിത്ത, മേജർ രവി അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.